നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ മുഴുവൻ വിശദാംശങ്ങളും അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ ഇന്നത്തെ തലക്കെട്ടിലേക്ക് പോകാം. അതിനു മുൻപായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. ഈ വായന ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ട് എന്താണെന്ന് ഒന്ന് നോക്കാം. ഈ വ്യക്തിക്ക് ഇനി നിങ്ങളെ മാത്രം സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. അത്രമേൽ നിങ്ങൾ ഈ വ്യക്തിയുടെ മനസ്സിൽ പതിഞ്ഞു പോയിട്ടുണ്ട്. അതെ, ഈ ഒരു എനർജിയാണ്, ഊർജമാണ് നമ്മൾ ഇന്നിവിടെ വായിക്കാനായിട്ട് പോകുന്നത്. അതിനായി കുറച്ച് കാർഡ്സും അതുപോലെ കുറച്ച് പ്രണയ സന്ദേശങ്ങൾ കൂടി എടുത്തിട്ടുണ്ട്. മുഴുവനായി ഈ വായന കാണുവാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ അങ്ങേയറ്റം ധ്യാനിച്ചുകൊണ്ട് വേണം തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായിട്ട്. അപ്പോൾ നമുക്കിവിടെ പ്രത്യേകമായി ഇന്നത്തെ വായനയിൽ എടുത്തു പറയാൻ സാധിക്കുന്നത് വളരെയധികം വികാരപരിതമായിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം വിഷമഘട്ടങ്ങളിൽ നിന്നും പുറത്തേക്ക് കടക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഊർജമാണ് എനിക്കിന്നിവിടെ ലഭിച്ചിട്ടുള്ളത്. ഇമോഷണൽ വിഡ്രോവലാണ്. അതായത് ഈ വ്യക്തി മാനസികപരമായിട്ട് വളരെയധികം തകർന്നടിഞ്ഞിരിക്കുന്ന നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ആരെന്ത് പറഞ്ഞാലും വളരെ പെട്ടെന്ന് തന്നെ വിഷമിക്കുകയും കരയുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. അതിൻ്റെതായിട്ടുള്ള കാരണങ്ങളും സംഭവ വികാസങ്ങളും നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധത്തിൽ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടാകാം. അത്തരം നടന്നു പോയ കാര്യങ്ങളെക്കുറിച്ച് ഈ വ്യക്തി ഇപ്പോഴും ഇന്നും വിഷമത്തോടെ തന്നെ ഓർക്കുന്നു. പക്ഷേ ഈ വ്യക്തിയിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് മാനസികപരമായിട്ടും മനസ്സിൽ വരുന്ന ചിന്തകളും ഒക്കെയും അതിൽ ഉൾപ്പെടും. ഈ വ്യക്തിയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് വിഷമത്തിൽ നിന്നും വളരെയധികം പരാജയങ്ങളിൽ നിന്നും വളരെയധികം വിജയത്തിലേക്കും മനക്കട്ടിയുള്ള ഒരു വ്യക്തിയിലേക്കുമാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ, വലിയൊരു മാറ്റം എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ ഏറ്റവും കൂടുതൽ ഈ വ്യക്തിക്ക് അനുഭവപ്പെടുന്ന മാറ്റം എന്ന് പറയുന്നത് ഇമോഷണൽ പരമായിട്ടുള്ള കാര്യങ്ങളെ മറികടക്കാനുള്ള മനോധൈര്യമാണ് ഈ വ്യക്തിയിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിഷമിച്ചിരുന്നിരുന്നതും ഒറ്റപ്പെട്ട് ഇരുന്നതും മറ്റുള്ളവരോട് പരാതികളുമായി ഇരുന്നതും അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ വ്യക്തി മാറ്റിവെക്കുന്നു. കാരണം വിഷമിച്ചിരുന്നിട്ടും മറ്റുള്ളവരോട് പരാതി പറഞ്ഞിട്ടും ചർച്ച ചെയ്തുകൊണ്ടിരുന്നിട്ടും ഇനി കാര്യമില്ല എന്നുള്ള നഗ്നസത്യം ഈ വ്യക്തി തിരിച്ചറിയുന്നു. ഈ വ്യക്തിയിലേക്ക് ആർക്കേഞ്ചൽ ഗബ്രിയേൽ എന്ന് പറയുന്ന മാലാഖയുടെ 5ാമത്തെ ചക്രമാണ് ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. 5th ചക്ര, ആർക്കേഞ്ചൽ ഗബ്രിയേൽ. ഈ ഒരു മാലാഖയുടെ സാന്നിധ്യം ഈ വ്യക്തിയുടെ ജീവിതത്തിലും മനസ്സിലും ഉടനീളം വ്യത്യാസങ്ങളാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം വ്യത്യാസങ്ങളോടും പുതുമകളോടും ഈ വ്യക്തി നല്ല രീതിയിൽ തന്നെ അംഗീകരിച്ചുകൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. നമ്മൾ വളരെയധികം നമ്മുടെ ദിനം പ്രതിയുള്ള ജീവിതത്തിൽ വിഷമിക്കുകയും എല്ലാത്തിലും തടസ്സപ്പെട്ട് നിൽക്കുകയും ചെയ്യുമ്പോഴായിരിക്കും ഒട്ടും പ്രതീക്ഷിക്കാതെ ഇത്തരം മാലാഖമാർ നമ്മളെ സഹായിക്കുവാൻ ഓടിയെത്തുന്നത്. അതിൽ ഒരുപാട് മാലാഖമാരുണ്ട്. ഇതിൽ ഇന്നത്തെ വായനയിൽ നമുക്ക് ഈ ഒരു മാലാഖയാണ് ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ സ്ത്രീയും പുരുഷനും ഒരുപോലെ തന്നെ ഈ പ്രണയബന്ധത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അത് നിങ്ങളെന്നോ ഈ വ്യക്തിയെന്നോ എന്ന് പ്രത്യേകം എടുത്ത് പറയുവാനില്ല. ഈ പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ള നിങ്ങൾ രണ്ടുപേരും ഇതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഒരു ദിവസം പോലും നിങ്ങൾക്ക് തള്ളി നീക്കാൻ ആകില്ല. ഇപ്പോൾ ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ഏറ്റവും പുതിയ തരമായിട്ടുള്ള മാറ്റങ്ങൾ ഈ വ്യക്തിയിൽ തന്നെ കൊണ്ടുവന്നാൽ മാത്രമേ ഈ പ്രണയബന്ധം നല്ലൊരു ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവിലേക്കാണ്. പലപ്പോഴും ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള തെറ്റുകൾ തന്നെയാണ് ഈ പ്രണയബന്ധത്തിലെ 90% പ്രശ്നങ്ങൾക്കും കാരണം. ഇവിടെ പല രീതിയിലും നിങ്ങൾ, അതായത് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ, നല്ല രീതിയിൽ തന്നെ ഈ ഒരു പ്രണയബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടതായിട്ടും അതിനു വേണ്ടിയിട്ട് അധ്വാനിച്ചതായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. പക്ഷെ അതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ആയി പോയിട്ടുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ പേഴ്സണെ ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പലതരത്തിലുള്ള തടസ്സങ്ങൾ തന്നെയാണ്. മുന്നോട്ട് പോകാനുള്ള വഴി അത് സ്വാതന്ത്ര്യപൂർണവും അതുപോലെ തന്നെ സ്വസ്ഥപൂർണവുമായിട്ടുള്ള ഒരു വഴി ആയിരുന്നില്ല. വളരെയധികം കല്ലുകളും മുള്ളുകളും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ഇടുങ്ങിയ വഴിയായിരുന്നു.
അതിലൂടെ കടന്നു വരാൻ ഈ വ്യക്തി നന്നേ കഷ്ടപ്പെട്ടു എന്നുള്ളതും നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ ഏതൊരു സമയത്ത് ഈ പ്രണയബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത്ര നല്ലതല്ല, അല്ലെങ്കിൽ ഇപ്പോഴായിരിക്കുന്ന സാഹചര്യത്തിൽ ഈ പ്രണയബന്ധത്തിലേക്ക് പരിപൂർണമായിട്ടും ഏർപ്പെട്ട് മുന്നോട്ട് പോകാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കില്ല എന്നുള്ള ചിന്ത ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരികയും നിങ്ങളോടൊരു വാക്ക് പോലും പറയുവാതെ വളരെ പെട്ടെന്ന് തന്നെ ഒരു ദിവസം കൊണ്ട് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാഞ്ഞു പോവുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വ്യക്തിയുടെ ഇത്തരം ഈ ഒരു പ്രവൃത്തിയോട് നിങ്ങൾക്ക് യാതൊരു കാരണവശാലും ക്ഷമിക്കുവാനോ സഹിക്കുവാനോ പൊറുക്കുവാനോ തയ്യാറല്ല. കാരണം അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു, അത്രമേൽ 1000 ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഒത്താണ് ഈ ഒരു പ്രണയബന്ധം തുടങ്ങി വെച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ഒരു പ്രതീക്ഷയും ഇല്ലാതെ നിങ്ങൾക്ക് പോലും പ്രതീക്ഷ തന്നതും മുന്നോട്ട് നമുക്ക് ജീവിക്കാം എന്നുള്ള ഉറപ്പ് തന്നതും വാക്കാൽ ഉറപ്പിച്ചതും ഈ വ്യക്തി തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ടോ ഈ വ്യക്തിക്ക് അത് നിറവേറ്റാൻ സാധിച്ചില്ല. ജീവിതത്തിൽ എന്തൊക്കെയോ പൊരുത്തക്കേടുകളും താഴ്ചകളും എല്ലാം വന്നപ്പോൾ തന്നെ ഈ പേഴ്സൺ ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് നിർത്തലാക്കി നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പുറത്തേക്ക് കടന്നു എന്നുള്ളതാണ്. പക്ഷെ ആ ഒരു വിഷമത്തിൽ നിന്നും നിങ്ങൾക്ക് ഇപ്പോഴും മറികടക്കാൻ അതിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ എങ്ങനെയൊക്കെയോ സ്വയമായിട്ട് ശക്തി ആർജിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. പക്ഷെ ഈ വ്യക്തിയാണെങ്കിലോ വളരെയധികം വിഷമിച്ചും സഹതപിച്ചും തനിക്കുണ്ടായ ജീവിതത്തിലെ പ്രശ്നങ്ങളെയും സാമ്പത്തിക തകർച്ചയെയും കുറിച്ച് ഓർത്തുകൊണ്ട് മറ്റുള്ളവരായിട്ട് ചർച്ച ചെയ്യുകയും പരാതി പറയുകയും നഷ്ടങ്ങൾ മാത്രം പറയുകയും ചെയ്തുകൊണ്ടിരുന്ന ഈ വ്യക്തി ഇപ്പോൾ അതിൽ നിന്നുമെല്ലാം വിമുക്തി നേടി പുറത്തേക്ക് വരുന്നു. ഇത് തീർത്തും നിങ്ങളെക്കുറിച്ചുള്ള അടങ്ങാത്ത സ്നേഹം തന്നെയാണ്, നിങ്ങളോടുള്ള സമർപ്പണ ബോധം, അല്ലെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്തിയിട്ട് ഈ വ്യക്തിക്ക് ഒരു സ്വസ്ഥതയും ലഭിക്കില്ല എന്നുള്ള തിരിച്ചറിവും. അപ്പോൾ ഈ വ്യക്തി വിശ്വസിക്കുന്നത് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും നിങ്ങളെ മാറ്റി നിർത്തിയിട്ട് ഈ വ്യക്തിക്ക് എന്ത് ലഭിക്കാനാണ് എന്നുള്ള ചോദ്യമാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പലതരത്തിലുള്ള വ്യക്തികളുടെ കൂടെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. യാതൊരു തരത്തിലും പ്രൈവസി ഇല്ലാത്ത ഒരു സാഹചര്യം കൂടിയായിട്ട് കാണപ്പെടുന്നു. പക്ഷെ എങ്കിൽ പോലും ഇവിടെ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി എവിടെയായിരിക്കുമെന്നും ഏത് അവസ്ഥയിലായിരിക്കുമെന്നും ഈ പ്രണയബന്ധത്തിന് ഇനി ഒരു പുനർജന്മം ഉണ്ടാകുമോ എന്നും എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ നിഗൂഢമായിട്ടും അല്ലെങ്കിൽ ആഴത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ചിന്തകൾ അറിഞ്ഞോ അറിയാതെയോ ഈ വ്യക്തിയുടെ മനസ്സിനെ കുത്തി നോവിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് കാര്യം ചെയ്യുകയാണെങ്കിൽ പോലും ഈ വ്യക്തിക്ക് അതിലേക്ക് പരിപൂർണമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചെയ്യുവാനാകുന്നില്ല. എവിടെ പോയാലും നിങ്ങളുടെ മുഖം തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മുഖമാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ അറിഞ്ഞോ അറിയാതെയോ വന്നുകൊണ്ടിരിക്കുന്നത്. ചില സമയത്ത് അനുസരണയില്ലാതെ ഈ വ്യക്തിയുടെ കണ്ണുകൾ പോലും നിറഞ്ഞൊഴുകാറുണ്ട് നിങ്ങളെ ഓർത്ത്. അത് തീർത്തും നിങ്ങളോടുള്ള അത്രയും തന്നെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ്. ഈ വ്യക്തി ഏതൊരു നിമിഷത്തിൽ ചിന്തിച്ചു പോയി ഈ വ്യക്തിയുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒരിക്കലും മാറുകയില്ല, അതുകൊണ്ട് നിങ്ങളെ കൂടി അതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ആ പ്രശ്നങ്ങളിലേക്ക് തള്ളിയിടണ്ട എന്ന് കരുതിയിട്ട് തന്നെയാണ് ഈ പേഴ്സൺ സ്വയമായി തന്നെ നിങ്ങളിൽ നിന്നും പിന്മാറിയത്. നിങ്ങളുടെ സ്നേഹം വേണ്ട എന്ന് വെച്ച് ഈ വ്യക്തി വേറെ ഒരു ജീവിതത്തിലേക്ക്, ഒറ്റപ്പെട്ടുള്ള ജീവിതത്തിലേക്ക് പോയത്. പക്ഷെ ഒരിക്കലും ഈ പേഴ്സൺ വിചാരിച്ചിരുന്നില്ല ഈ വ്യക്തിയുടെ സ്നേഹത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും എല്ലാം ഒരുപോലെ തന്നെ പങ്കുവെക്കുന്ന ആൾക്കാരാണ് എന്നുള്ള യാഥാർത്ഥ്യം ഈ വ്യക്തി മനസ്സിലാക്കിയിരുന്നില്ല. ഈ വ്യക്തി വിചാരിച്ചത് എപ്പോഴാണോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഈ പേഴ്സൺ പോയത് അപ്പോൾ മുതൽ തൊട്ട് തന്നെ നിങ്ങൾ ഹാപ്പിയായി സന്തോഷമായി, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ജീവിതത്തിലേക്ക് പോയി എന്നാണ് ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പോഴും നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് എന്നുള്ള പ്രപഞ്ച സത്യം ഈ വ്യക്തി പല അനുഭവങ്ങളിലൂടെയും പ്രപഞ്ച ശക്തിയും ദൈവവും കൊടുക്കുന്ന പല അടയാളത്തിലൂടെയും ഈ വ്യക്തി മനസ്സിലാക്കിയെടുക്കുന്നു. അപ്പോൾ തീർത്തും ഇപ്പോൾ എങ്ങനെയെങ്കിലും ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കണം എന്നുള്ള തിടുക്കത്തിലാണ്, ധൃതിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ വ്യക്തിക്ക് ധൃതി വെച്ചേ മതിയാവൂ. വേറെന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തിക്ക് സ്വസ്ഥമായി തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹം തന്നെയാണ് ഈ വ്യക്തിയെ ഓരോ നിമിഷവും നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സ്വസ്ഥത എന്നുള്ള കാര്യം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഘടകം ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ അതിനോടൊപ്പം തന്നെ നിങ്ങളും വരണം. നിങ്ങളിലൂടെ മാത്രമേ സ്വസ്ഥം എന്നുള്ള വാക്ക് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രാവർത്തികമാവുകയുള്ളൂ. അപ്പോൾ തീർത്തും വിഷമിച്ചിരിക്കുന്നതും പരാതിപ്പെടുന്നതുമായിട്ടുള്ള പല കാര്യങ്ങളും ഈ വ്യക്തി നിർത്തിവെച്ചിരിക്കുന്നു. വളരെയധികം ധൈര്യപൂർവവും പക്വതയാർന്ന ഒരു ജീവിതത്തിലേക്കും മനസ്സിലേക്കും കോൺഫിഡൻസിലേക്കുമാണ് ഈ വ്യക്തി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
പിന്മാറുന്നതും അല്ലെങ്കിൽ ഓടി ഒളിക്കുന്നതും തോറ്റു പിന്മാറുന്നതും ഒന്നും ഒരു നല്ല വ്യക്തിക്ക്, നല്ല സ്നേഹത്തിനുടമയ്ക്ക് ചേർന്നതല്ല എന്നുള്ള സത്യം കൂടെ ഈ വ്യക്തി മനസ്സിലാക്കുന്നു. ഇപ്പോൾ തീർച്ചയായിട്ടും ഇതിലൊരു ബാലൻസ് കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, വലിയൊരു മാറ്റത്തിന് പോലും ഈ വ്യക്തി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. വെള്ളത്തിന്റെയും വായുവിന്റെയും ഊർജമാണ് നമുക്കിവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തീയുടെ ഊർജവും ലഭിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും വെള്ളം കൊണ്ട് ശുദ്ധീകരണവും വായുവിന്റെ വേഗതയും അതുപോലെ തീയുടെ ജ്വലിക്കുന്ന പ്രണയവുമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്നത്. ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് പറയുവാനുള്ളത്, ഐ ഫീൽ ലൈക്ക് എ പാർട്ട് ഓഫ് മീ മിസ്സിംഗ് വിത്തൗട്ട് യു. നീ ഇല്ലാതെ എൻ്റെ ഒരു ഭാഗം തന്നെ നഷ്ടപ്പെട്ടതായാണ് എനിക്ക് തോന്നിക്കുന്നത്. ഐ വോണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ. അതെ, നീയുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധം എനിക്ക് കുറച്ചും കൂടെ നന്നായി തന്നെ ആഴത്തിൽ ഊട്ടി ഉറപ്പിക്കണം എന്നുള്ള ചിന്ത തന്നെയാണ് ഈ പേഴ്സൺ ഉള്ളത്. അതാണ് ഈ വ്യക്തി പറയുവാനും ആഗ്രഹിക്കുന്നത്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയും ഈ വ്യക്തി നല്ല രീതിയിൽ തന്നെ പരിഹരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അടഞ്ഞുപോയ വാതിലുകളിലേക്കല്ല ഈ പേഴ്സൺ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം അടയാത്ത വാതിലുകൾ വേറെയുമുണ്ട്. അതിലേക്കാണ് ഇപ്പോൾ ഈ വ്യക്തി നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒട്ടും സാധ്യതയില്ലാത്ത സാഹചര്യത്തിൽ നിന്നും സാധ്യതയിലേക്ക് പോകുന്ന ഒരു ഊർജം, അതാണ് ഇന്നത്തെ വായനയിൽ നമുക്ക് വളരെ പ്രധാനമായും ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.